ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഗ്രാമീൺ ബാങ്കുകളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. IBPS വഴിയാണ് പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിലാണ് വിവിധ തസ്തികകളിലായി 625 ഒഴിവുകളുമായി പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS മുഖേന അഖിലേന്ത്യാ തലത്തിലാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുക. അപ്പോൾ ഒഴിവുകൾ വിശദമായിട്ട് നോക്കാം. ആകെ 625 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് തസ്തികയിലേക്ക് 350 ഒഴിവും ഓഫീസർ സ്കെയിൽ 1 250ഉം ഓഫീസർ സ്കെയിൽ 2 തസ്തികയിലേക്ക് 25 ഒഴിവുകളുമാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ടോട്ടൽ 625 വേക്കൻസി വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് തസ്തികയിലേക്ക് അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദവും പ്രാദേശിക ഭാഷയായ മലയാളത്തിൽ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് ഓഫീസർ സ്കെയിൽ 1 തസ്തികയിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലർ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കൃഷി, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, ആനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, പിസിക്കൾച്ചർ, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, മാനേജ്മെൻറ്റ് നിയമം, ഇക്കണോമിക്സ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്നിവയിൽ ബിരുദമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ പ്രാദേശിക ഭാഷയായ മലയാളത്തിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് ഓഫീസർ സ്കെയിൽ 2 തസ്തികയിലേക്ക് കുറഞ്ഞത് 50% മാർക്കോട് കൂടിയ ബിരുദവും ബാങ്കിലോ അംഗീകൃത നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ സ്ഥാപനത്തിലോ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി നോക്കുകയാണെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് തസ്തികയിലേക്ക് 2025 സെപ്റ്റംബർ 9 18നും 25 വയസ്സിനും ഇടയിലായിരിക്കണം. ഓഫീസർ സ്കെയിൽ 1 തസ്തികയിലേക്ക് 2025 സെപ്റ്റംബർ 9 18നും 30 വയസ്സിനും ഇടയിലായിരിക്കണം. ഓഫീസർ സ്കെയിൽ 2 തസ്തികയിലേക്ക് 2025 സെപ്റ്റംബർ 9 21നും 32 വയസ്സിനും ഇടയിലായിരിക്കണം. സംവരണ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായി ഇളവ് ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ പ്രിലിമിനറി, മെയിൻ എന്നിങ്ങനെ 2 ഘട്ടങ്ങളായുള്ള ഓൺലൈൻ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS ഉദ്യോഗാർത്ഥികളെ ബാങ്കിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. റീസണിംഗ് 40 ചോദ്യങ്ങളാണ്. 40 മാർക്കിൻ്റെ 25 മിനിറ്റാണ് ടൈം ഡ്യൂറേഷൻ വരുന്നത്. ന്യൂമറിക്കൽ എബിലിറ്റി 40 ചോദ്യങ്ങളാണ്. 40 മാർക്കിൻ്റെ ടൈം ഡ്യൂറേഷൻ 20 മിനിറ്റാണ്. അപ്പോൾ ഈ പ്രിലിമിനറി പരീക്ഷയിൽ യോഗ്യത നേടുന്നവരെയാണ് മെയിൻ പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കുന്നത്. മെയിൻ പരീക്ഷയ്ക്ക് 200 മാർക്കിനുള്ള 200 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഓരോ തെറ്റുത്തരത്തിനും 1/4 മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മെയിൻ പരീക്ഷയിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. തുടർന്ന് നിയമന നടപടികൾക്കായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ ബാങ്കിന് കൈമാറും. ഇനി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്നത് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലായിട്ടാണ്. മെയിൻ പരീക്ഷയുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്നത് കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലായിട്ടാണ്. ഇനി ഇതിലേക്ക് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. ജനറൽ വിഭാഗത്തിന് 850 രൂപയാണ് അപേക്ഷാ ഫീ ഉണ്ടായിരിക്കുക. പട്ടികജാതി വിഭാഗക്കാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും 175 രൂപയാണ് പരീക്ഷാ ഫീ വരുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. IBPSൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.ibps.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിനൊരു ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ട്. ഓൺലൈൻ അപേക്ഷാ ഫോമിൽ നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ നൽകി അപേക്ഷ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വിശദ വിവരങ്ങൾ നോട്ടിഫിക്കേഷനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് നോട്ടിഫിക്കേഷൻ ലിങ്കും അപേക്ഷാ ഫോമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ദിവസം സെപ്റ്റംബർ 21 വരെയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.